ഇവിടെ ഇങ്ങനെ കല്ലിന് ചുറ്റിനൊരു റൂം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. മറിച്ചൊരാൾക്ക് 2-3 പേർക്ക് കിടക്കാവുന്ന രീതിയിൽ ആണ് ഇതിൻ്റെ ഒരു നിർമ്മിതി. ഇത് പറയിലേക്ക് അവർ ഓരോ ഭക്തന്മാർ നിർമ്മിച്ചേക്കുന്നതാണ്. ഇതിങ്ങനെ ഈ കുറച്ച് കല്ലുകൊണ്ട് കെട്ടി വാതിലൊക്കെ ഫിറ്റ് ചെയ്ത് അകത്തേക്ക് കുറച്ച് സൗകര്യമൊക്കെ ഉണ്ട്. ആരും അങ്ങനെ കിടക്കാറൊന്നുമില്ല എന്ന് തോന്നുന്നു. വളരെ മനോഹരമായ ഒരു സംവിധാനങ്ങളൊക്കെയാണ്. നമുക്ക് ഇത്രയും വലിയ ഒരു ഏരിയ അല്ലെങ്കിൽ സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് അതിശയിപ്പിക്കാതെ ഇവിടെ വരുമ്പോഴേ നമുക്ക് ഉദ്ദേശിച്ചതിനേക്കാളും ഇതതിൻ്റെ മേക്കൂരയൊക്കെ ഇതിനകത്തും നല്ല രീതിയിൽ നമുക്ക് ഒരു 10, 25, 30 പേർക്ക് ഇതിനകത്തെല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നനയാതെ ഇരിക്കാം. ഇത് അതിനോടനുബന്ധമായിട്ട് മറ്റൊരു സ്ഥലം കൂടാണ്. ഒരാൾക്ക് ഇരിക്കാനൊക്കെ പറ്റും. അവിടെ നിന്ന് വിളക്കുകയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇതിനകത്തൂടെ തന്നെ ഒരു 3-4 ഹള്ള് ഉള്ളിലേക്ക് എന്ന് വെച്ചാൽ നമുക്ക് പല ഭാഗത്തേക്കായിട്ട് തന്നെ ഈ കല്ലിനടിയിൽ ഇതിപ്പോൾ ഒരു പൊങ്ങി നിൽക്കുന്ന ഒരു കല്ലാണ് ആകാശത്തിലേക്ക്. ആ കല്ലിൻ്റെ അടിവശമാണ് ഈ കാണുന്നത്. എത്ര ഇതിവിടെ ഇവിടെ ഇങ്ങനൊരു സ്ഥലമുണ്ടെന്ന് ഇത്രയും ദൂരെ വന്ന് ഇത്രയും മുകളിൽ ഇത്രയും ഇപ്പം നമുക്കൊക്കെ വരാനായിട്ടൊരു വഴിയൊക്കെ ഉണ്ട്. അന്ന് കാലത്ത് വഴിയൊന്നുമില്ല, ഈ മുൾച്ചെടികൾ മാത്രമുള്ളത്. ഇവിടെ വന്ന് ഗുരു എന്തിനാണ് ഇത്രയും എന്ന് വെച്ചാൽ എല്ലാം ഉപേക്ഷിച്ചു. ജീവനിലൊരിക്കലും പേടിയില്ല എന്നുള്ളതാണ്. നമുക്ക് ഇപ്പോൾ തന്നെ ഇവിടോട്ടൊക്കെ താഴെ നിന്ന് നോക്കുമ്പോൾ ഇങ്ങോട്ട് കയറി വരാനായിട്ട് ഭയപ്പാടുണ്ടാവും, ഭയം. പക്ഷേ ഗുരു ഇവിടെ എത്തിപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോ കൊണ്ട് കാണിച്ചു കൊടുത്തതുപോലെയാണ്. ഒരിക്കലും സാധ്യമല്ല. നമുക്ക് മനസ്സുകൊണ്ട് പോലും ചിന്തിച്ചെടുക്കുവാൻ സാധ്യമായ ഒരു കാര്യമല്ല. സമതലത്തിൽ നിന്നോ അങ്ങനെ ഒത്തിരി ആയിരക്കണക്കിന് അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നതെന്നുള്ളതാണ്. ഇപ്പം നമുക്ക് വഴിയൊക്കെ ഉണ്ടെങ്കിൽ പോലും വളരെ ത്യാഗം സഹിച്ച് വേണം ഇവിടെ എത്തിച്ചേരാനായിട്ട്. ശരി, ഗുരുകൃപ എല്ലാവർക്കും ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്